Next is round robin scheduling. Round robin scheduling is a preemptive CPU scheduling algorithm that assigns a fixed time slice or time quantum to each process in the ready queue. It is a preemptive scheduling. That means the process is paused after its time quantum ends. നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആണ് റൗണ്ട് റോബിൻ ഷെഡ്യൂൾ. റൗണ്ട് റോബിൻ ഷെഡ്യൂളിന്റെ പ്രത്യേകത അതിലൊരു ടൈം ക്വാണ്ടം അല്ലെങ്കിൽ ടൈം സ്ലൈസ് തന്നിട്ടുണ്ടാവും. ആ ടൈം സ്ലൈസ് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എടുക്കും. അതിന്റെ ടൈം ക്വാണ്ടം ആ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ്. അങ്ങനെ ഒരു സൈക്കിൾ രീതിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ഇറ്റ് എ പ്രിയംറ്റീവ് ഷെഡ്യൂൾ. റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് പ്രിയംറ്റീവ് ആയിട്ടുള്ള CPU ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ഇതില് പ്രോബ്ലംസ് വരാറുണ്ട്. ഇതില് പ്രോബ്ലംസില് ടൈം ക്വാണ്ടം തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ടൈം സ്ലൈസ് തന്നിട്ടുണ്ടാവും. 3 മില്ലി സെക്കൻഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3 പ്രോസസ് ആണുള്ളത്, P1, P2, P3. ഇതിന്റെ അറൈവൽ ടൈം തന്നിട്ടുണ്ട് 0, 1, 2. ദെൻ ബേഴ്സ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ CPU ടൈം ഓർ ബേഴ്സ്റ്റ് ടൈം. CPU എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് ഓരോ പ്രോസസ്സിനും CPU എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു അങ്ങനെയാണ് CPU ടൈം അല്ലെങ്കിൽ ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. 5, P1ന്റെ 5, P2 3, then P3 8. ദെൻ ടൈം ക്വാണ്ടവും തന്നിട്ടുണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആവറേജ് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈം എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് അതിന്റെ കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കണം. ദെൻ പ്രോസസ്, ദെൻ ഒരു ടേബിൾ രീതിയിൽ മാർക്ക് ചെയ്യുക. പ്രോസസ്, അറൈവൽ ടൈം, ബേഴ്സ്റ്റ് ടൈം, ദെൻ കംപ്ലീഷൻ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കംപ്ലീഷൻ ടൈം നമ്മൾ ഗാൻ ചാർട്ട് വെച്ചിട്ടാണ് കംപ്ലീഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഗാൻ ചാർട്ട് വരയ്ക്കുക. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറൈവൽ ടൈം നോക്കുക. 0th ഇന്റർവെല്ലില് അല്ലെങ്കിൽ 0th ടൈമില് സെക്കൻഡ്സില് ഏത് പ്രോസസ് ആണ് വന്നത്? P1 എന്ന് പറയുന്ന പ്രോസസ് ആണ് 0th ടൈമില് വന്നത്, 0th മില്ലി സെക്കൻഡില് വന്നത്. അപ്പൊ അത് മാർക്ക് ചെയ്യുക. P1 എൻ്റർ ചെയ്തു. ദെൻ നെക്സ്റ്റ് അതിന്റെ ബേഴ്സ്റ്റ് ടൈം നോക്കുക. ബേഴ്സ്റ്റ് ടൈം 5 ആണ്, പക്ഷെ ടൈം ക്വാണ്ടം എത്രയാണ്? 3 മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പം P1 റൗണ്ട് റോബിൻ ആയതുകൊണ്ട് 3 മില്ലി സെക്കൻഡ് മാത്രമേ P1 കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പൊ 5 മൈനസ് 3, 2 റിമൈനിങ് ഇവിടെ എഴുതി വയ്ക്കണം. റിമൈനിങ് ബേഴ്സ്റ്റ് ടൈം ഇവിടെ എഴുതി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് P2 പോകുന്നു. P2 ദെൻ ഈസ് ഹാവിംഗ് ദ ബേഴ്സ്റ്റ് ടൈം 3 തന്നെയാണ് ടൈം സ്ലൈസ് അല്ലെങ്കിൽ ടൈം ക്വാണ്ടം. അപ്പം P2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ 3 + 3 6 ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് P3 വന്നു. P3യും 3 സെക്കൻഡ്സ് 3 മില്ലി സെക്കൻഡ്സ് മാത്രമേ വർക്ക് ചെയ്യാനുള്ള പൊസിഷൻ ഉള്ളൂ. ദെൻ 8 മൈനസ് 3 5 ഇവിടെ റിമൈനിങ് ടൈം എഴുതി വയ്ക്കുക. ഇവിടെ P3 ആഡ് ചെയ്യുക. 3 മില്ലി സെക്കൻഡ്സ് ആഡ് ചെയ്യുക. 6 + 3 9 ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ വീണ്ടും റൗണ്ട് റോബിൻ ആയതുകൊണ്ട് ഒരു സൈക്ലിക് വ്യൂ P1, P2, P3, P1, P2, P3 അങ്ങനത്തെ രീതിയിൽ വർക്കായിട്ടുണ്ടേ ഇരിക്കും. ടിൽ എന്താണ് ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ആവുന്നത്. നെക്സ്റ്റ് P1 വന്നു. അതിന്റെ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് 2 മില്ലി സെക്കൻഡ്സേ ഉള്ളൂ. ദെൻ വിത്തിൻ ദ 3 മില്ലി സെക്കൻഡ് ടൈം ക്വാണ്ടം 3 മില്ലി സെക്കൻഡ്സ് ആണ്, പക്ഷെ അതിന്റെ റിമൈനിങ് ഫസ്റ്റ് ടൈം 2 ഉള്ളൂ. ദെൻ വിത്തിൻ ദാറ്റ് ടൈം ക്വാണ്ടം അത് എക്സിക്യൂട്ട് ചെയ്യും. P1 ദെൻ 9 + 2 that is 11 മാർക്ക് ചെയ്യുക. ദെൻ P2 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, അതുകൊണ്ട് അത് എടുക്കണ്ട. ദെൻ P3 വരുന്നു. P3 3 മില്ലി സെക്കൻഡ്സ് എടുക്കുന്നു, അതായത് 5 മൈനസ് 3 റിമൈനിങ് ഈസ് 2. അപ്പൊ അവിടെ മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീണ്ടും റൗണ്ട് ആയിട്ട് സൈക്കിളായിട്ട് വരാനായിട്ട് വേറെ പ്രോസസ് ഇല്ല. P1ഉം P2ഉം ഓൾറെഡി കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് P3 റിമൈനിങ് ടൈം 2 ആണ്, അത് എക്സിക്യൂട്ട് ചെയ്യും. Then 14 + 2 is 16. ഗാൻ ചാർട്ട് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് കംപ്ലീഷൻ ടൈം എഴുതുക. ദെൻ P1 കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 11. ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 11 അവിടെ എടുക്കുക. ദെൻ P2 that is 6 മാർക്ക് ചെയ്തിട്ടുള്ളത് എടുക്കുക. ദെൻ P3 ലാസ്റ്റ് 16 ആണ്,
പ്രോസസ്സിന്റെ കംപ്ലീഷൻ ടൈം. ദെൻ ഇതിൽ നിന്ന് ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം, ആവറേജ് വെയിറ്റിംഗ് ടൈം, ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കാം. നേരത്തെ ഉള്ള പ്രോബ്ലം പോലെ കാൽക്കുലേറ്റ് ചെയ്യും.